ഡെലിവറി കഴിഞ്ഞോ? സിസേറിയൻ ആയിരുന്നോ? രക്ഷപ്പെട്ടില്ലേ? വേദന രക്ഷപ്പെട്ടില്ലേ? ഓ, ഇനി ചില ആൾക്കാര് നീ എന്നെ പ്രസവിച്ചിട്ടുണ്ടോ, പ്രസവത്തിന്റെ വേദന എന്താണെന്ന് അറിഞ്ഞോ, നീ സിസേറിയൻ ആയിരുന്നില്ല, അപ്പൊ വലിയ വർത്താനൊന്നും പറയണ്ട. ചിലപ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം സി സെക്ഷൻ അഥവാ സിസേറിയനെ ചില ആളുകൾ വളരെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, 7 ലെയർ ഉള്ളിലേക്ക് പോകുന്ന ഒരു മേജർ സർജറി, അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ വ്യക്തി മറ്റൊരു, അതായത് കുഞ്ഞിനെയും കൂടിയും കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ, എണീക്കാൻ ബുദ്ധിമുട്ട്, കിടക്കാൻ ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ചുമയ്ക്കാൻ പോലും എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. ഒരു പല്ലെടുത്താൽ പോലും കിളി പോകണം. നമ്മൾ ഒരു സ്റ്റിച്ച് 3 മാസത്തോളം, മിനിമം 3 മാസത്തോളം ഉണങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? വേദന കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് വേറെ, മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂസ് വേറെ. ഇത്രയും ഒരു മേജർ സർജറി ആയതുകൊണ്ട് ഇൻഫെക്ഷൻസ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അവിടേക്കാണ് നമ്മൾ ഈ പൊട്ടിൽ തേങ്ങടണ പോലെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ വന്ന് കയറി അർമാദിക്കുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്? ഇത്ര ആലോചിച്ചാൽ പോലെ ഒരു മനുഷ്യന് ഉറക്കം കിട്ടാത്ത അവസ്ഥ, കുട്ടിയെ ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇത് നമുക്കൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പറഞ്ഞു വരുന്നത് ഈ സുഖപ്രസവം ഭയങ്കര ഈസി, മറ്റേത് ടഫ്, അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു മനുഷ്യന് ജന്മം കൊടുക്കുമ്പോൾ അതൊരു ടഫ് പ്രോസസ്സ് തന്നെ ആയിരിക്കില്ലേ. സോ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവഗണിക്കരുത്, പുച്ഛിക്കരുത്.